ഗാസയിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുമെന്ന് സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US ക്യാബിനറ്റ് മീറ്റിംഗിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ വാസയോഗ്യമായ ഒരു സാഹചര്യം ഗാസയിലില്ല, ഗുരുതരമായ സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തകർന്നടിഞ്ഞ ഗാസ ജനവാസത്തിന് യോഗ്യമല്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. അക്കാരണത്താൽ തന്നെ മാറ്റിപ്പാർപ്പിക്കാൻ ചില ആലോചനകളുണ്ട്. എല്ലാ ഗാസ നിവാസികളെയും മാറ്റിപ്പാർപ്പിക്കുകയല്ല ലക്ഷ്യമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. Well, they know exactly what we're doing. We're going to create something where people can live. You can't live right now in Gaza. The place is it's a horrible situation. Nobody's ever seen anything like it. So yeah, we're going to create better conditions for people. Yeah, please. US-ൽ ക്യാബിനറ്റ് മീറ്റിംഗിനോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാസ യുദ്ധം അവസാനിച്ചതായി ഔദ്യോഗികമായി ട്രംപ് US ക്യാബിനറ്റിനെ അറിയിച്ചു. ഗാസയിൽ സ്ഥിരതാമസക്കാരാക്കിയവരെ അവിടെ നിന്ന് മാറ്റണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റാനായിരുന്നു നേരത്തെയുള്ള ആലോചന. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഈ രണ്ട് രാജ്യങ്ങളും അറിയിച്ചിട്ടുമില്ല. എങ്കിലും അനുകൂല നീക്കമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.